ഈ എം.എ. വാഹിദ് നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ നിയമസഭാ കയ്യാങ്കളി കേസിൽ താങ്കൾ അടക്കമുള്ളവർക്ക് നേരെ ചാർത്തപ്പെട്ട ആ കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഈ ഒരു റദ്ദാക്കൽ വരുമ്പോൾ എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? ഈ നിമിഷം പ്രേക്ഷകരോട്, പൊതുസമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ കേസ് ഏത് കോടതിയിൽ ചെന്നാലും ഏത് കോടതിയും ഇതെടുത്ത് ചവറ്റുകുട്ടയിൽ എറിയുന്ന കേസാണ്. കാരണം ഈ സംഭവം ലോകം മുഴുക്ക കണ്ടതാണ്. ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും ലൈവായി ഇത് കണ്ടതാണ്. ഞങ്ങൾ ആരും ഞങ്ങളുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിൽ തന്നെ ഇരുന്നു. അപ്പുറത്ത് പ്രതിപക്ഷത്ത് നിന്ന് അവര് ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചപ്പോൾ ചെയ്യരുത് ചെയ്യരുത് എന്ന് വിലക്കുകയല്ലാതെ ഞങ്ങൾ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാനും ശിവദാസൻ നായരും ഡൊമിനിക് പ്രസന്റേഷനും എല്ലാം പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരായിരുന്നു, ഭാരവാഹികളായിരുന്നു. അതുകൊണ്ട് മന്ത്രിമാരുടെ തൊട്ട് പിറകെയാണ് ഞങ്ങളുടെ സീറ്റ്. അപ്പൊ അതുകൊണ്ട് ഇവർ മന്ത്രിമാരെ ആക്രമിക്കാൻ വന്നാൽ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ വിലക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. ഞങ്ങൾ അതിനകത്ത് ഡിസിപ്ലിനും ഡെക്കോറവും പാലിക്കുന്നവരാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഒരു സഹോദരിമാരെയും ആക്രമിക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ പോയതുമില്ല. അവരിങ്ങോട്ട് ആക്രമിക്കാൻ വന്നിട്ട് ചെയ്യരുതെന്ന് പറയല്ലാതെ വേറൊന്നും ചെയ്തില്ല. അതിൽ തന്നെ കെ ലതിക MLA എൻ്റെ ഉടുപ്പിന്റെ പാക്കറ്റ് വരെ വലിച്ചു കയറിയതാണ്. എന്നിട്ട് പോലും ഞാൻ മിണ്ടാതെ അനങ്ങാതെ നിന്നു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവസാനം ഒരു പ്രൈവറ്റ് അന്യായം കൊടുത്താണ് അന്ന് അവരൊരു കേസിന് വേണ്ടി ശ്രമിച്ചത്. അന്ന് ഞങ്ങൾ പറഞ്ഞു അവർക്ക് കേസ് കൊടുക്കാൻ ന്യായമായി അവകാശമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് വന്ന ഇടതുമുന്നണി സർക്കാർ ഈ കേസ് ചാർജ് ചെയ്യുകയും കേസ് വളരെ വാശിയോടുകൂടി നടത്താൻ തീരുമാനിച്ചപ്പോഴാണ് ഞങ്ങളെല്ലാവരും കൂടി ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനുമായി പോയത്. ശിവദാസൻ നായരാണ് ആ കേസ് ലീഡ് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ റിലീഫ് കിട്ടിയത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്രേക്ഷകർക്ക് മുഴുവനും അറിയാം. ഈ സംഭവം നിങ്ങൾ ഒന്നുകൂടി പ്ലേ ചെയ്താൽ നിങ്ങൾക്കും കാണാൻ കഴിയും എന്താണെന്ന് സംഭവിച്ചതെന്നുള്ളത്. ഞങ്ങൾക്കൊന്നും ഇതിൽ യാതൊരു പങ്കുമില്ല. ഞങ്ങൾ നിരപരാധികളാണ്. അത് കോടതിക്ക് ബോധ്യമായത് കൊണ്ടാണ് കേസ് റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് വന്നത്. ഇത് റദ്ദാക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഇനി ഇടതുപക്ഷം മറ്റേതെങ്കിലും രീതിയിലുള്ള വ്യവഹാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് നേരിടേണ്ടി വരില്ലേ? അതിന് ഞങ്ങളും പോവാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ തെറ്റ് ചെയ്യാത്ത ഞങ്ങൾക്ക് പോവേണ്ടി വരില്ലേ? ഒരുപക്ഷെ അവര് സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായിട്ട് സുപ്രീം കോടതിയിൽ പോകാം. പക്ഷെ ഞങ്ങളും അവിടെ പോവാതിരിക്കാൻ ഒക്കില്ലല്ലോ. താങ്കൾക്കും ഡൊമിനിക് പ്രസന്റേഷനും കെ ശിവദാസൻ നായർക്കും എതിരെ നൽകിയ പരാതി വാസ്തവത്തിൽ അവിടെ ഒരു അക്രമം നടത്തി, കയ്യാങ്കളി നടത്തി, നിയമസഭയിലെ വസ്തുവകകൾ നശിപ്പിച്ചു എന്നുള്ള നിലയ്ക്കായിരുന്നുവെങ്കിൽ അത് മറ്റൊരു കേസാകുമായിരുന്നു. അതിന് പകരം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള കേസ് കൊടുത്തപ്പോൾ അന്ന് വല്ലാതെ ഭയന്നിരുന്നോ? കാരണം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്ന കേസ് വലിയ മാനങ്ങൾ ഉള്ളതാണല്ലോ. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഞങ്ങൾ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം ലോകം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതെല്ലാം ഇപ്പൊ ഓൺ ദ റെക്കോർഡാണല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ ഇട്ട് നോക്കിയാലും കാണാമല്ലോ. ഞങ്ങൾ ഏതെങ്കിലും സഹോദരിമാരുടെ അടുത്ത് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടോ? ഞങ്ങൾ ഒരു വാക്ക് ഉച്ചരിച്ചോ? എല്ലാം അതിൽ കേൾക്കാമല്ലോ. ഞങ്ങൾ ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്. ഉമ്മൻചാണ്ടി സാറ് മുന്നേ കാലിന് സുഖമില്ലാതെ ഒരു ആക്സിഡന്റ് കഴിഞ്ഞ നിയമസഭയിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന് കസേര വന്ന് വലിച്ച് താഴെ ഇടാൻ വന്നാൽ ഞങ്ങൾക്ക് നോക്കിക്കൊണ്ട് നിൽക്കാം. നമുക്ക് ചെയ്യരുതെന്നെങ്കിലും പറയണ്ടേ? ഞങ്ങൾ അത്രേ പറഞ്ഞോളൂ. അതിന് ഞങ്ങളുടെ പേരിൽ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അന്യായമാണ്. ആ അന്യായത്തെ ഇടതുമുന്നണി സർക്കാർ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അതാണ് യാഥാർത്ഥ്യം. വളരെ നന്ദി ശ്രീ എം.എ. വാഹിദ്. നിയമസഭാ കയ്യാങ്കളി കേസിൽ താങ്കളടക്കമുള്ള UDF MLA-മാർക്കെതിരായിട്ടുള്ള കേസ് ഹൈക്കോടതി റദ്ദാക്കിയ ഈ വാർത്തയോട് ഈ നിമിഷം കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചതിന് വളരെ നന്ദി അറിയിക്കട്ടെ.